ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡേ 39 ഓഫ് മൈ 75 ഡേയ്സ്. മോർണിംഗ് മോനെ സ്കൂളിലേക്ക് വിട്ട് ഞാനതേ ജിമ്മിലേക്ക് പോകാൻ റെഡിയായി. കഴിഞ്ഞ ദിവസം എന്റെ ഒരു വീഡിയോന്റെ കമന്റ്സിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് ഞാൻ കണ്ടു. എന്തിനൊപ്പം ഇത്ര പണിയെടുക്കുന്നത്, 75 ദിവസം കഴിഞ്ഞാലും ഇതേപോലെ കഷ്ടപ്പെടേണ്ട ഈ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പൊ ആൾക്കുള്ള ഉത്തരം ഇതാണ്, ഞാൻ ഈ 75 ഡേയ്സ് ചാലഞ്ച് ചെയ്യുന്നതിന്റെ ഹോൾ പോയിന്റ് പിന്നെ എന്താണ്? ഇത് ഞാൻ ചുമ്മാ 75 ദിവസം ടിക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, ഒരു റുട്ടീൻ, ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേൽക്കുക, വർക്ക്ഔട്ട് ചെയ്യുക, ഹെൽത്തി ആയിട്ട് കഴിക്കുക, ഇതൊക്കെ ചാലഞ്ച് കഴിഞ്ഞാലും ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. ഒരുപാട് കാലം ഇങ്ങനെ ഒരു റുട്ടീൻ ബിൽഡ് ചെയ്ത് കിട്ടാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇത് നടന്നിട്ടില്ല. ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും, പിന്നെയും ഓഫ് ദ ട്രാക്ക് പോവും, എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ആ സൈക്കിൾ എന്തായാലും ബ്രേക്ക് ചെയ്യണം. ഈ 75 ദിവസം അതിനുള്ള ഫൗണ്ടേഷൻ ആണ്. ആൻഡ് യെസ്, ഇറ്റ്സ് ഹാർഡ്. പക്ഷെ അതുകൊണ്ടാണല്ലോ ഞാനിത് ചെയ്യുന്നത്. നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ ഇങ്ങനെ ഇരുന്നാൽ ഇതൊന്നും നടക്കില്ല. ഐ വോണ്ട് ടു ബി സ്ട്രോങ്ങർ, ഫിസിക്കലി മാത്രമല്ല മെന്റലി. അതുകൊണ്ട് ഞാനിത് 75 ദിവസത്തേക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല, എന്റെ ഒരു ബെറ്റർ വേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന എഫേർട്ട് ആണത്. ആൻഡ് ലൈഫ് ലോങ് ആയിട്ട് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റുട്ടീൻ ബിൽഡ് ചെയ്തെടുക്കുക. അപ്പൊ ഉത്തരം കിട്ടിയല്ലോ, നാളെ കാണാം.